സമയം ഏകദേശം അർദ്ധരാത്രി ആയിട്ടുണ്ട്. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ. പ്രസവവേദനയാൽ അലറി വിളിക്കുന്ന തൻ്റെ മകളെയും താങ്ങി പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആ ഉമ്മ ദേശീയപാതയോരത്തെത്തി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോരം ഒരുപാട് വാഹനങ്ങൾ ഹോണടിച്ചിട്ട് അവരെ കടന്നുപോയി. ഏറെ പ്രതീക്ഷയോടെ ഓരോ വാഹനത്തിന് കൈ കാണിച്ചിട്ടും ആരും അവരെ പരിഗണിച്ചില്ല. എല്ലാവരും അവരുടെ തിരക്കിലായിട്ട് വണ്ടികൾ ഓടിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് സമയമായി മകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മകളുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കവയ്യാതായ ആ ഉമ്മ വീണ്ടും പ്രതീക്ഷയോടെ കൈകൾ കാണിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഒരു വാഹനം പതുക്കെ വരുന്നതായിട്ട് ആ ഉമ്മ കാണുന്നുണ്ട്. കണ്ട സമയത്ത് ഏറെ പ്രതീക്ഷയോടെ കൈ കാണിച്ചു. വാഹനം അവർക്കരികിലേക്കായി ഒതുക്കി നിർത്തി. വാഹനത്തിൻ്റെ മുൻസീറ്റിൽ ഇരുന്നിരുന്ന ഒരു തൂവെള്ള വസ്ത്രധാരി ഡോർ തുറന്ന് അവരുടെ കാര്യമന്വേഷിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിറങ്ങലിച്ച് ആ ഉമ്മ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. മകൾ പ്രസവവേദനയാൽ സഹിക്കവയ്യാതെ നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും സഹായിക്കണം. ഇത് കേട്ട് മുൻസീറ്റിലിരുന്ന ആ മനുഷ്യൻ പിൻസീറ്റിലെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്ത് അവരോട് കയറാനായി ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ഡ്രൈവറെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്നിരുന്ന ആ മനുഷ്യൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ഡ്രൈവറെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും കയ്യിൽ കുറച്ച് കാശും കൊടുത്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് തിരികെ മടങ്ങാവൂ എന്ന് ശാസനയോടെ പറഞ്ഞ് അവരെ ആശുപത്രി ലക്ഷ്യമാക്കി പറഞ്ഞയച്ചു. ശക്തമായ മഴയത്ത് തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരുന്ന് ആ മനുഷ്യൻ അവരുടെ വരവിനായി കാത്തിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞുപോയി. മണിക്കൂറുകൾക്ക് ശേഷം ആ ഒറ്റയ്ക്കിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഡ്രൈവർ മുജീബ് കാറുമായി വന്നിട്ട് ആ മകൾ പ്രസവിച്ചെന്നും ആൺകുട്ടിയാണെന്നും പറയുന്നുണ്ട്. അത്രയും സമയം അവിടെ ഒറ്റയ്ക്കിരുന്ന മനുഷ്യനായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ജാതിയും മതവും നോക്കാതെ മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക് മാത്രം കണ്ണും കാതും കൊടുത്ത ഒരു അപൂർവമായ മനുഷ്യൻ.